അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചെന്ന ആരോപണത്തിൽ വടകരയിലെ ഇടത് സ്ഥാനാർത്ഥി കെ ശൈലജയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ച് കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പിൽ 24 മണിക്കൂറിനുള്ളിൽ വാർത്താ സമ്മേളനം വിളിച്ച് മാപ്പ് പറയണമെന്നാണ് ഷാഫി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കെ ശൈലജയുടെ മോർഫ് ചെയ്ത വീഡിയോ പ്രചരിപ്പിക്കുന്നുവെന്ന ആരോപണം വന്നതിനെ തുടർന്ന് ഷാഫി പറമ്പിലിനെതിരെ സമൂഹ മാധ്യമങ്ങളിലും മറ്റും വിമർശനങ്ങളും അധിക്ഷേപവും വ്യാപകമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് തീരുമാനം. മോർഫ് ചെയ്ത വീഡിയോ പ്രചരിപ്പിച്ചിട്ടില്ലെന്ന് ശൈലജ തന്നെ പിന്നീട് പ്രതികരിച്ചു. വടകരയിൽ അതിശക്തമായ മത്സരമാണ് നടക്കുന്നത്. ഇത് പ്രചരണത്തിലും പ്രതിഫലിക്കുന്നുവെന്നതാണ് വസ്തുത. ഈ സാഹചര്യത്തിലാണ് വക്കീൽ നോട്ടീസിലും പ്രസക്തി കൂടുന്നത്. രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടിയാണ് ആരോപണം ഉന്നയിച്ചതെന്നും ഷാഫി വക്കീൽ നോട്ടീസിൽ പറയുന്നു. മോർഫ് ചെയ്ത വീഡിയോ പ്രചരിപ്പിച്ചെന്ന ആരോപണത്തിൽ ചെയ്യാത്ത കാര്യങ്ങൾക്കാണ് താൻ ആക്ഷേപം കേട്ടതെന്നും ഉമ്മയില്ലേ എന്ന ചോദ്യം വരെ കേട്ടെന്നും നേരത്തെ ഷാഫി പറഞ്ഞിരുന്നു. രാഷ്ട്രീയ നേട്ടത്തിന് മറ്റെന്തെങ്കിലും സംസാരിക്കട്ടെ എന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. വ്യക്തിപരമായി ആരോടും പ്രശ്നമില്ല. പൗരത്വ ഭേദഗതി നിയമത്തിലെ നിലപാടടക്കം രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തന്നെയാണ് പോകുന്നത്. വിവാദങ്ങൾ എതിരായി വന്നെങ്കിലും തങ്ങൾക്ക് അനുകൂലമായി തന്നെയാണ് ഭവിച്ചതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. വീഡിയോ അല്ല, മുഖം വെട്ടിയൊട്ടിച്ച പോസ്റ്ററാണ് പ്രചരിക്കുന്നതെന്നാണ് താൻ പറഞ്ഞതെന്ന് ഇന്നലെ വൈകിട്ടോടെ കെ ശൈലജ വിഷയത്തിൽ വ്യക്തത വരുത്തിയിരുന്നു. ഏതാണ്ട് ഒരാഴ്ചയോളം കത്തിനിന്ന വിഷയത്തിൽ പക്ഷേ തനിക്കെതിരെ ഉണ്ടായ അധിക്ഷേപത്തിൽ ആരെങ്കിലും മാപ്പ് പറയുമോ എന്ന് ഷാഫി പറമ്പിൽ ചോദിച്ചു. കെ ശൈലജയെ അപകീർത്തിപ്പെടുത്തും വിധത്തിൽ വീഡിയോ ഇറങ്ങിയിട്ടില്ല എന്ന സന്തോഷകരമായ കാര്യം തന്നെയാണ്. എന്നാൽ ഇതിന്റെ പേരിൽ തനിക്കെതിരെ നടന്ന വ്യാപകമായ പ്രചരണങ്ങൾ ഇല്ലാതാകില്ലല്ലോ എന്നാണ് ഷാഫി പറമ്പിൽ ചോദിച്ചത്. ഈ സാഹചര്യത്തിലാണ് വക്കീൽ നോട്ടീസ് അയക്കുന്നത്. ശൈലജ തിരുത്തൽ നടത്തിയതിൽ സന്തോഷമുണ്ടെന്നും എന്നാൽ വീഡിയോയുടെ പേരിൽ തന്റെ ഉമ്മയുടെ പേര് വലിച്ചഴിച്ചു എന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. സോഷ്യൽ മീഡിയ ഇമ്പാക്ട് UDFന് അനുകൂലമാകുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. വടകരയിൽ രാഷ്ട്രീയ വിവാദം തീരുന്നില്ല. പാനൂരിലെ ബോംബ് നിർമ്മാണവും സ്ഫോടനവും ഉണ്ടാക്കിയ അലയൊലികളെ തണുപ്പിക്കാനുണ്ടാക്കിയ വിവാദവും CPMന് തിരിച്ചടിയാകുന്നുവെന്നതാണ് വസ്തുത. തനിക്കെതിരെ അശ്ലീല വീഡിയോ പ്രചരിപ്പിക്കുന്നതായി എവിടെയും പറഞ്ഞിട്ടില്ലെന്നും മോർഫ് ചെയ്ത പോസ്റ്റർ എന്നാണ് പറഞ്ഞതെന്നും വടകരയിലെ ഇടത് സ്ഥാനാർത്ഥി കെ ശൈലജ വ്യക്തമാക്കിയതോടെ വീണ്ടും രാഷ്ട്രീയ വിവാദമുയരുകയാണ്. എന്റെ വടകര KL18 എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ നിരന്തരമായി ഫേക്ക് വീഡിയോകൾ, വൃത്തികെട്ട പോസ്റ്ററുകൾ ഇതൊക്കെ വരികയാണ്. ആദ്യം തന്നെ ചെയ്തത് ഒരു മോശമായ അശ്ലീല ചിത്രത്തിന്റെ തല മാറ്റി എന്റെ തല ചേർത്തുകൊണ്ട് കുടുംബ പേജുകളിൽ എത്തിച്ചു. എത്ര ചീപ്പായിട്ടാണ് ഇവർ ചെയ്യുന്നത് എന്നായിരുന്നു 15-ന് ശൈലജ പ്രസംഗിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഇതിൽ തിരുത്തു കൊണ്ടുവന്നു. എന്റെ ഫോട്ടോ മോർഫ് ചെയ്ത് പോസ്റ്റർ ഉണ്ടാക്കുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത്, വീഡിയോ എന്ന് പറഞ്ഞിട്ടില്ല. അന്നത്തെ പത്രസമ്മേളന വീഡിയോ കണ്ടാൽ മനസ്സിലാകുമെന്നാണ് ശൈലജയുടെ പുതിയ വാദം. ഈ 2 വീഡിയോയും കോൺഗ്രസ് വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതിനൊപ്പമാണ് വക്കീൽ നോട്ടീസും അയക്കുന്നത്. ഇതോടെ സഹതാപ വോട്ട് കിട്ടാൻ ഇടത് സ്ഥാനാർത്ഥി നുണ പ്രചരിപ്പിച്ചെന്ന് കോൺഗ്രസ് ആരോപിച്ചു. അശ്ലീല ചിത്രമെന്ന് മാത്രമാണ് ശൈലജ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നതെങ്കിലും അശ്ലീല വീഡിയോ സൃഷ്ടിച്ചുവെന്നാണ് CPM നേതാക്കളും അണികളും പ്രചരിപ്പിച്ചത്.